ചർച്ചയിലേക്ക് വീണ്ടും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം. ഇനി നമുക്ക് സംസാരിക്കാം. സന്ദീപ് വാര്യർ, താങ്കൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു. അതിന് കാരണം ഒന്ന്, താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന കേസിൽ പ്രതിയാണ്. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അത് വളരെ മനഃപൂർവ്വം ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് എന്നിവിടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. താങ്കൾക്ക് മറുപടി പറയാം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലുള്ള ആസൂത്രിതവുമല്ല. എന്റെ പോസ്റ്റ് കണ്ടാലറിയാം. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു. സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ കരുതും. എങ്കിൽ ആശ്വാസമായി. അതുമായി ബന്ധപ്പെട്ട് ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ PRO വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങും. അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഫോട്ടോ ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്? ഒക്ടോബർ മാസം 17-ാം തീയതി DYFI ഈ ഇര കല്യാണം കഴിച്ചു കൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച്, DYFIയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു, നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത്, ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോടുള്ള സ്പർദ്ധയെല്ലാം തീരും, നിങ്ങളുടെ തലയിൽ വെളിച്ചം വീണ. നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് പോലെ DYFI എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ DYFI ഇതിൽ പരാതിക്കാരായി വന്നു പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ് വേട്ടക്കാർ? ഇതൊരു പ്രത്യുപകാരമാണ്. സന്ദീപ് വാര്യരുടെ പേജിൽ നിന്ന് എടുത്ത ഫോട്ടോ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, കോൺഗ്രസുകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു. അന്ന് എനിക്ക് വിവരമില്ലല്ലോ. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി, അവർ ഈ കേസിൽ പ്രതിയാണ്, അവർ ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ വോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ അഭിലാഷ്? അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ആരെങ്കിലും പഴയ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് ശരിയാണോ? നിയമപരമായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പോലും, പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേ, ഇതാര് സംസാരിക്കുന്നത്? നിന്റെ കുടില തന്ത്രമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യമാണ് ഇവിടെ തീർക്കുക. അങ്ങനെ ഈ ഭാഷാപ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട. ഇതാരാ സംസാരിക്കുന്നത്? അത് പ്രിന്റു മഹാദേവ്, BJP പ്രതിനിധി. അതെ, ഞാനാണ്. പട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. അല്ല, രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല പൊട്ടാ, നമ്മൾ തമ്മിലൊരു വാക്കേറ്റം വേണ്ട. സന്ദീപ് സൂക്ഷി സംസാരിച്ചോ? തർക്കത്തിലേക്ക് പോകണ്ട. ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചോളയും. ഞാൻ ഇവനെ വെറുതെ വിടില്ല. ഈ പ്രയോഗങ്ങളൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവരാണ് നീ. അങ്ങനെയുള്ള പരാമർശങ്ങളും പ്രയോഗങ്ങളും ഒന്നും അനുവദിക്കില്ല. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?